ഒരു ദിവസം ഡാങ്കിനി കാട്ടിലൂടെ നടക്കുമ്പോൾ ഇതാരാ ചെരുപ്പ് കളഞ്ഞിട്ട് പോയേ? ഇട്ടു നോക്കാം. കറക്റ്റ് ആണല്ലോ. ഡാങ്കിനി നടക്കാൻ തുടങ്ങിയതു. ഇതെന്താ? കേറി പോകുന്നു. അയ്യടാ. ഓ, പിടികിട്ടി. ഇത് പടിയേറി ചെരുപ്പാ. ഇതിട്ടു നടന്നാൽ ഏറിലൂടെ കേറി കേറി പോകാം. ഒരു മാങ്ങ പറിച്ചാലോ? ഹിഹി ഹിഹി. ഈ പിന്നോട്ട് നടന്നാൽ താഴെ ഇറങ്ങാം. യെസ്, ഇറങ്ങുന്നുണ്ട്. ഹിഹി, ലാൻഡ് ചെയ്തു. കുട്ടൂസനെ വിളിച്ച് പറയാം. കുട്ടൂസ, പടികേറി ചെരുപ്പ് കിട്ടി. ഏത്? എയറിലൂടെ കേറിപ്പോകുന്ന ആ ചെരുപ്പോ? അതേന്നേ, ഇത് വെച്ചൊരു തകർപ്പൻ സൂത്രവുമുണ്ട്. ആ പിള്ളേരെ പിടിച്ച എയറിൽ കയറ്റാം. മുകളിലെത്തിയാൽ പിടിവിടാം. അതോടെ ബ്രിം. ഹിഹി, അത് കൊള്ളാം. പറഞ്ഞപ്പോഴേക്കും അതാ വരുന്നു രാജു ഇല്ല. ഞാൻ കട്ട് ചെയ്യുകയാ. രാധയെ താഴിട്ട് കഴിഞ്ഞിട്ട് വിളിക്കാം. അടിച്ചു വീഴ്ത്താം, അല്ലെങ്കിൽ മായാവിയെ വിളിക്കും. അയ്യോ, അടിവെച്ച് ആകാശത്ത്. ഇനി താഴേക്കിടാം. എന്നാൽ മായാവി അതുവഴി വരുന്നുണ്ടായിരുന്നു. പേടിക്കേണ്ട രാധേ, ഞാൻ എത്തി. മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം ബിഗ് ബിഗ്. അതോടെ ചെരുപ്പ് വലുതായേ. അയ്യോ, ഊരി. പടികേറി ചെരുപ്പ് ഊരിപ്പോയതോടെ അമ്മോ, ബ്രിം. ഒരു ദിവസം ലുട്ടാപ്പി കാട്ടിലൂടെ നടക്കുമ്പോൾ ദും. അയ്യോ അയ്യോ. താനാരാ? ഹലോ, ഞാനാണ് ഇമോജി പന്ത്. ഞാൻ എന്ത് കേട്ടാലും അതനുസരിച്ചുള്ള ഇമോജിയായി മാറും. ചേട്ടൻ അയ്യോ എന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഈ ഷേപ്പിൽ നിന്നില്ലേ? താനാരാ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ചോദ്യഭാവത്തിൽ ഇങ്ങനെ നിന്നില്ലേ? കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കും. ഇമോജി പന്ത് എന്ന് പേര് പറഞ്ഞിട്ട് ഇത് പന്തല്ലല്ലോ. ഒറിജിനൽ ഷേപ്പ് പന്താ, പിന്നെ സന്ദർഭത്തിനനുസരിച്ച് ഷേപ്പ് മാറുന്നുള്ളൂ. ഏതായാലും താൻ ആള് കൊള്ളാം. കൊടുകൈ. അത് ശരി, താനങ്ങ് കൈ കൊടുത്തോ? താൻ വാ, അപ്പൂപ്പനെ ഒന്ന് കാണണം. മുന്നിലിരുന്നോ, താൻ ഷേപ്പ് മാറുന്നത് കാണാമല്ലോ. അല്ല, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല. എന്താ പേര്? എൻ്റെ പേര് ലുട്ടാപ്പി, ഒരു ഫേമസ് കുട്ടിച്ചാത്തനാ. കുട്ടിച്ചാത്തൻ. ലുട്ടാപ്പി, എടാ ലുട്ടാപ്പി. അതാരാ? ഒരു മന്ത്രവാദിനിയാ. ഞങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പാ. ഇമോജിയിലെ മന്ത്രവാദിനി ഇതാണല്ലേ? മായാവിയെ കിട്ടിയാടാ. അമ്മുമ്മേ, കേറിക്കോ. വേണ്ട, ഭയങ്കര വെയിലൊന്നും പ്രശ്നമില്ലെന്നേ, കേറ്. ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി വെച്ചോ. കൂളിംഗ് ഗ്ലാസ്. ഇതാരാ പുതിയ ചങ്ങാതി? ഇതാണ് ഇമോജി പന്ത്. നല്ല ഇടിവെട്ട് പേരാണല്ലോ. ഇടിവെട്ട്. അമ്മോ, ഇമോജിക്ക് ഇടിവെട്ടി. കുന്തം കുലുക്കാതെടാ, വീഴും. അതിന് മിണ്ടാതിരിക്കണം. അത് പറ്റുമോ? മിണ്ടാനും പാടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കേറുന്നില്ലെന്ന്. വെയിലും കൊള്ളണം, മിണ്ടാനും പറ്റില്ല. ഇതിപ്പോ ഇടിവെട്ടിയവന് പാമ്പ് കടിച്ചതുപോലെ. ഇടിവെട്ട്. അയ്യോ, ദേ പിന്നെ പാമ്പ്. അയ്യോ, ചിൽ ദും.
അപ്പൂപ്പ ദേ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. എന്തു പ്രൊഡക്റ്റ്? റിപ്പീറ്റ് പൗഡർ. ആ പൗഡർ തലയിലിട്ടാൽ എന്ത് കാര്യം 5 തവണ ചെയ്യുമെന്ന്. ഹിഹി. ചാടുമ്പോൾ തലയിലിട്ടാൽ 5 തവണ ചാടും. തിന്നുമ്പോൾ പൗഡർ ഇട്ടാൽ അതേ കാര്യം 5 തവണ തിന്നും. വാങ്ങിയാലോ അപ്പൂപ്പ? വാങ്ങാം. ചില പണികൾ അത് വെച്ച് ഒപ്പിക്കണം. ഓൺലൈനിൽ വാങ്ങിയാൽ കിട്ടാൻ വൈകും. ഞാൻ കടയിൽ പോയി വാങ്ങാം. വില കൂടുതലാണെങ്കിൽ വാങ്ങണ്ട കേട്ടോ. ഡിസ്കൗണ്ട് കിട്ടുമെന്നേ. വൈകാതെ. അയ്യടാ, 100 രൂപയ്ക്ക് 200 ഞാൻ കിട്ടി. എന്താടാ പൊതിയിൽ? പൗഡർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചാൻസാ. നടുവേദന മാറ്റുന്ന പൊടിയാ അമ്മുമ്മേ. ഇത് തലയിൽ ഇട്ടാൽ മതി. അത് നന്നായി. എനിക്ക് രാവിലെ മുതൽ നടുവേദനയാ. പോരാത്തതിന് ഇന്നൊരു മരത്തിൽ കയറേണ്ടി വന്നു. അതോടെ വേദന കൂടി. മായാവിയെ പിടിക്കാൻ കേറിയതാ. അതിന് ഗുണമുണ്ടായി. ദേ കിട്ടി. നീ ആ പൊടി ഇങ്ങ് തലയിൽ ഇട്. ഇനി എന്തു ചെയ്താലും അമ്മമ്മ റിപ്പീറ്റ് അടിക്കും. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. സംഗതി നടന്നു. എന്താടാ ഇത്? അമ്മേ, ലുട്ടാപ്പി കാര്യമെല്ലാം പറഞ്ഞു. എങ്കിൽ ഞാനും ഒന്ന് പരീക്ഷിക്കട്ടടാ. നിന്റെ തലയിൽ പൊടിയിടാം. ഡാങ്കിനി ലുട്ടാപ്പിയുടെ തലയിൽ പൗഡർ ഇട്ടു. എന്നിട്ട് കല്ലെറിയാം. അമ്മോ, അയ്യോ പൊട്ടാലോ. പക്ഷേ ലുട്ടാപ്പി റിപ്പീറ്റ് അടിച്ചു. കല്ലെറിയാം. ചതിച്ചോ? ഏറെ നിർത്താൻ പറ്റുന്നില്ല. അമ്പളാ, പിന്നെ കല്ലെറിയുന്നോ? കല്ലെറിയാം. ദേ പിന്നെയും കല്ലെറിയാം. ആഹാ, അപ്പൊ നീ മനഃപൂർവ്വമാ? കല്ലെറിയാം. നിന്നെ ഞാൻ രണ്ടും കൂടി ചേർന്നുള്ള പരിപാടിയല്ലേ? കുട്ടൂസ, കേറ്. എങ്ങോട്ടാ? ഒരു മരത്തെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കണം. മുത്തു എവിടെ? മുത്തുവിന് പനി പിടിച്ചു. നല്ല മഴയല്ലേ? ലുട്ടാപ്പിയും വിളിച്ചോ? ലുട്ടാപ്പിക്കും പനിയാ. അവൻ റെസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് പോകാം. എന്തോ തല്ലുകൊള്ളുന്ന കേസാ. പനി പിടിച്ചത് നന്നായി. ഏതോ മരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. മാന്ത്രിക വിദ്യയുള്ള ഒരു പ്ലാവാ. അതാ കുട്ടൂസനെ വിളിച്ചത്. പ്ലാവിനെ കല്ലെറിഞ്ഞാൽ പ്ലാവ് തിരിച്ച് ചക്ക എറിയും. അങ്ങനെ ഒരു പ്ലാവുണ്ടോ കുട്ടൂസ? ഉണ്ടല്ലോ, പക്ഷെ പറഞ്ഞതിൽ കുറച്ച് തെറ്റുണ്ട്. അതെന്താ? കല്ലെറിഞ്ഞാൽ പ്ലാവ് ഉണരും. അന്നേരം ചുറ്റും എന്തെങ്കിലും അനക്കം കണ്ടാൽ പ്ലാവ് അങ്ങോട്ടാ ചക്കയെറിയുക. കല്ലെറിഞ്ഞയാൾ അനങ്ങാതെ നിന്നാൽ മതി. ചക്കയേറ് കൊള്ളില്ല. പ്ലാവ് 3 ചക്കയെറിയും, പിന്നെ നിർത്തും. കൊള്ളാം. സൂപ്പർ പ്ലാവ്. അതുപോട്ടെ, ഇതൊക്കെ എങ്ങനെ വിക്രമന് മനസ്സിലായി? കുട്ടൂസന്റെ ഫ്രണ്ട് പറഞ്ഞതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ലംബൂച്ചൻ. ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. ചുമ്മാ സംസാരിച്ചപ്പോഴാ പ്ലാവിന്റെ കാര്യം പറഞ്ഞത്. വഴിയും പറഞ്ഞപ്പോ തന്നു. നമ്മളിപ്പോ അങ്ങോട്ടാ. വണ്ടി നിർത്ത്. അതാ മായാവി. കേറടാ കുപ്പിയിൽ. നല്ല ലക്ഷണമാ. മായാവിയെ കിട്ടിയില്ലേ? വൈകാതെ. ദാ അതാണ് ഏറുകാരൻ പ്ലാവ്. എറിയാനുള്ള കല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അതാ അപ്പുറത്തൊരു കുരങ്ങൻ ചാടി കളിക്കുന്നു. പ്ലാവ് കുരങ്ങച്ചാരെ എറിഞ്ഞോളും. എറിയാൻ പോവുകയാ, അനങ്ങല്ലേ. മഴ തുടങ്ങി. വേഗം എറിഞ്ഞു. കട്ടക്. ചക്കയേറ് കഴിഞ്ഞോ? മഴ കാരണം ഒന്നും കാണാനില്ല. ചില്ല് നനഞ്ഞിരിക്കുകയാ. വൈപ്പർ ഇടാം. വിക്രമൻ ഒന്നും ഓർക്കാതെ വൈപ്പർ ഓൺ ചെയ്തു. വൈപ്പറിന്റെ അനക്കം കണ്ടതോടെ അയ്യോ, എന്റെ തല! ദിം കടക് ഡും ചിൽ. ചതിച്ചോ ചക്ക? ഹാവു, രക്ഷപ്പെട്ടു.
ഒരു ദിവസം ഡാഗിനി കാട്ടിൽ. അയ്യോ, വഴി തെറ്റിയോ? ആരെയും കാണാനുമില്ല, ചതിച്ചു. കണ്ടു, ഒരുത്തരെ കണ്ടു. ഹിഹി, കേരള കുപ്പിയിൽ. ശടാ, ഇവൻ എന്താ ചിരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ട്. പുറത്തിറക്കി ഇവനോട് തന്നെ ചോദിക്കാം. ഇറങ്ങടാ പുറത്ത്. ചിരി നിർത്തിയോ? പറയടാ, എന്തിനാ ചിരിച്ചത്? എടാ പറയാൻ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഡാങ്ങിനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഡാങ്ങിനിയുടെ അടിമയായതുകൊണ്ട് ചോദിച്ചാൽ പറയാതെ വയ്യ. വരട്ടെ, ഇവിടെ വെയില. ആ ഗുഹയിൽ കേറിയിരിക്കാം. ഗുഹയിൽ കയറിയതും അമ്മോ, ഇതെന്തോ കുഴപ്പമാ, പുറത്തിറങ്ങാൻ. പുറത്തിറങ്ങിയത് കൊണ്ട് ചിരി നിന്നു. ഡാങ്കിനെ കുട്ടൂസനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാ ഡാങ്കിനി. എന്തിന്റെയെങ്കിലും അകത്തെത്തിയാൽ ചിരി തുടങ്ങും. പിന്നെ ഇറങ്ങിയാലേ ചിരി നിർത്താൻ പറ്റൂ. ഓ, അതാണല്ലേ ഗുഹയിൽ കയറിയപ്പോ ഞാൻ ചിരിച്ചത്. കുപ്പിയിൽ കയറിയപ്പോ മായാവിയും. ലുട്ടാപ്പി വന്നാൽ ഞാൻ അങ്ങോട്ട് വിടാം. അവൻ പുറത്തു പോയിരിക്കുകയാ. വേണ്ട, അതാ പോകുന്നു. ഞാൻ വിളിച്ചോളാം. ലുട്ടാപ്പി, എടാ ലുട്ടാപ്പി. അവൻ കേൾക്കുന്നില്ല. ഫോണിൽ വിളിക്കാം. അയ്യോ, കാൽ തെറ്റി. ഡാങ്കിനി കുഴിയുടെ അകത്തെത്തിയതും അയ്യോ, ഇനി ചിരി നിർത്താൻ കുഴിന്ന് കേറണം. അതിനിടെ ലുട്ടാപ്പിക്ക് ഫോൺ കോൾ കിട്ടിയിരുന്നു. ഹലോ ഹലോ, എന്താ അമ്മമ്മേ? ചിരിക്കാതെ കാര്യം പറ. പിന്നെ ഞാൻ കട്ട് ചെയ്യുക. തമാശയ്ക്ക് ഒരു അതിരില്ലേ? കുട്ടൂസൻ കാര്യം അറിഞ്ഞ് എത്തുന്നത് വരെ ഡാങ്കിനി കുഴിയിലിരുന്ന് ചിരിക്കട്ടെ. ടക് 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 ടക്. അതാരാ? ആരാ? കുട്ടൂസനല്ലേ? ലംബൂച്ചനെങ്കിൽ ഇവിടെ തരാൻ പറഞ്ഞു. കുട്ടൂസനല്ല, ലുട്ടാപ്പിയാ. കുട്ടൂസൻ അങ്കിൾ ഇല്ലേ? ഒഴിച്ചിലിന് പോയിരിക്കുക. പിന്നെ കുട്ടൂസൻ അങ്കിളല്ല, അപ്പൂപ്പനാ. ശരി ലുട്ടാപ്പി അങ്കിൾ. ലുട്ടാപ്പി അങ്കിളോ? ലുട്ടാപ്പി ചേട്ടൻ എന്ന് വിളിച്ചാ മതി. ശരി ലുട്ടാപ്പി ചേട്ടൻ അങ്കിൾ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നിന്റെ പേര്? ഗോൾഡിഷ്യും ചാത്തൻ. കുട്ടൂസൻ അങ്കിളിനുള്ള അല്ല, അപ്പൂപ്പനുള്ള കത്തിൽ ലംബൂച്ചൻ അങ്കിൾ കാര്യമെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൂപ്പ, ഇവിടെ ഒരു ഡിഷ്യും ചാത്തൻ കത്തുമായി വന്നിട്ടുണ്ട്. ഗോൾഡിഷ്യും. ഓ, ലംബൂച്ചൻ പറഞ്ഞയച്ച ചാത്തനല്ലേ? സ്വർണപന്ത് തുപ്പുന്ന ഒരു ചാത്തനെ വിടാമെന്ന് പറഞ്ഞിരുന്നു. സ്വർണപന്തോ? അതെ, ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഈ കത്ത് ഞാൻ വായിച്ചു നോക്കട്ടെ. ഉറക്കെ വായിക്ക്, കേൾക്കട്ടെ. മേശപ്പുറത്ത് നിന്നു ചാടി ഗോൾഡിഷ്യൂമിനെ തലക്കിടിച്ചാൽ ഗോൾഡിഷ്യൂം സ്വർണപന്ത് തുപ്പും. അത് കൊള്ളാം. അല്ല പൂപ്പ, നമുക്കെന്തിനാ സ്വർണപന്ത്? ഒരുക്കി വിറ്റ് കാശാക്കാമടാ. പരിപാടി ഈസിയാ. മേശപ്പുറത്ത് നിന്ന് ചാടി തലക്കടിച്ചാൽ പോരെ? വേറെന്തോ ഇതിൽ എഴുതിയിട്ടുണ്ടാ പൂപ്പ? അതുകൂടി വായിച്ചു നോക്ക്, ഇല്ലെങ്കിൽ റിസ്കാ. ചെയ്യുന്നത് തെറ്റിയാൽ ഗോൾഡിഷ്യൂം പൊട്ടിത്തെറിക്കും. അയ്യോ, പൂപ്പ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. എടാ, അത് വേണോ? ഞാൻ വന്നിട്ട് പോരെ? തെറ്റിയാൽ കുഴയും. മായാവി കുപ്പി അവിടെ ഇരിപ്പുണ്ട്. തെറ്റാനൊന്നുമില്ല. മേശപ്പുറത്ത് നിന്ന് ചാടുമ്പോ ഇടിച്ചാ പോരെ? അത് മതി ചേട്ടാ. ശരി ശരി, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോളാ. ചാടാൻ പോകുന്നു. നീ ഇടികൊള്ളാൻ റെഡിയായി നിന്നോ? റെഡി ചേട്ടാ. ചാടി തലക്കിടിച്ചോ? ചാടി ഇടിച്ചു. ഡിഷ്യും. പെട്ടെന്ന് ബും ചിൽ.
അയ്യോ അമ്മേ. അയ്യോ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു തെറ്റും പറ്റിയില്ല. എന്നിട്ടും തെറ്റിയടാ, അബ്ദുൽ അമ്പൂച്ചൻ പറഞ്ഞു. മേശപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടാനല്ല, മേശപ്പുറത്ത് തന്നെ നിന്ന് ചാടി ഇടിക്കാനാ. ഒരു ദിവസം അതാരോ നട്ടുച്ചയ്ക്ക് ടോർച്ചുമായി നടക്കുന്നത്? പാറക്കല്ല് കാണാനും ടോർച്ച് അടിക്കണോ? പാറ പോയി. ഹിഹി ടപ്. ഹലോ, ഒന്ന് നിൽക്കണേ. ആ കല്ല് എവിടെ പോയി? ഹിഹി കാണിച്ചു തരാം. ദേ പിടിച്ചോ. ടോർച്ചിൽ നിന്ന് പാറക്കല്ല് ചാടി വരുന്നു. കിടുക്കൻ വിദ്യയാണല്ലോ. ഈ കല്ല് വിഴുങ്ങി ടോർച്ച് എനിക്ക് തരാമോ? കല്ലു മാത്രമല്ല, എന്തും വിഴുങ്ങും. ഹിഹി. അയ്യോ, എന്റെ നേരെ അടിക്കല്ലേ. ഇനി പുറത്തു വാ. അമ്മേ, കുറച്ചു നേരത്തേക്ക് എന്തോ തുരങ്കത്തിൽ കയറിയ ഫീലായിരുന്നു. ഹിഹി അതാണ് വിദ്യ. ഒരു തവണ ടോർച്ച് അടിച്ചാൽ എന്തും വിഴുങ്ങും, വീണ്ടും അടിച്ചാൽ അത് പുറത്തു വിടും. പൊളി. വാ, നമുക്കൊരു പരിപാടി ഒപ്പിക്കാനുണ്ട്. 2 പിള്ളേരെ കൊടുക്കണം. ദേ ലുട്ടാപ്പി വന്നല്ലോ. ആദ്യം നമുക്ക് കുട്ടൂസനെ ഒന്ന് കാണണം. ലുട്ടാപ്പി മാത്രമല്ല, മായാവിയും എത്തിയിരുന്നു. ടോർച്ചടിച്ച് പിള്ളേരെ അകത്താക്കി അല്ല കടലിലും അറിയാം. ഓഹോ, അതാണോ പരിപാടി? എങ്കിൽ ഇവരറിയാതെ ടോർച്ചടിച്ച് ഒരു ചങ്ങാതി അകത്ത് കയറ്റാം. ഹിഹി. വൈകാതെ ദാ ഇതാണ് കുട്ടൂസന്റെ വീട്. കുട്ടൂസ, ഒരു ടോർച്ച് സൂത്രം കാണണോ? ഹിഹി. ആദ്യം കുട്ടൂസിനെ ടോർച്ചിൽ കയറ്റാം. ഹിഹി ഹിഹി. ഇതാരാ ആനയ്ക്ക് നേരെ ടോർച്ചടിച്ചത്? ഗ്രാ. അയ്യോ, ഇതാണോ ടോർച്ച് സൂത്രം? എന്തൊരു ഇരുട്ട്. ഇതെന്താ ഒരു കുടം? പുറത്താനും പറ്റുന്നില്ലല്ലോ. അയ്യോ, ഇരിക്കട്ടെ. വൈകാതെ ഡാങ്കിനിയോ, എന്തേ രാത്രി? ഒരു കുടം കിട്ടി കുട്ടൂസ, തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെയും കറണ്ടില്ലേ? ഇല്ല, അതല്ലേ മെഴുകുതിരി കത്തിച്ചത്. എന്ത് ഡാങ്കിനി, കുടം തുറക്കാൻ പറ്റാത്തത് ഭാഗ്യമായി. അതെന്താ? ഇത് വെളിച്ചാത്തനാ. ഒരു താരി വെളിച്ചം കണ്ടാൽ ഇവൻ ഭീകര ജീവിയാവും. അമ്മേ, ഞാൻ ഫോണിലെ ടോർച്ചും പിടിച്ചാ വന്നത്. ഹിഹി, അമ്മൂമ്മയുടെ ഫോണല്ലേ, ഒരു തരി വെളിച്ചമേ കാണൂ. ഇന്ന് നാട്ടിൽ ഒരിടത്തും കറണ്ടില്ല. ഒരു പരിപാടി ഒപ്പിച്ചാലോ? മോശമാണോ? അല്ലടാ, വെളിച്ചച്ചാത്തനെ രാജുവിന്റെയും രാധയുടെയും വീട്ടിൽ തുറന്നു വിടാം. എന്നിട്ട് വാതിലിൽ മുട്ടി വേഗം സ്ഥലം വിടാം. അവർ കാര്യം അറിയാൻ ടോർച്ച് തെളിക്കും. അതോടെ വെളിച്ചച്ചാത്തൻ ബും. ഹിഹി. ഒരു കാര്യം പറയാൻ മറന്നു. മായാവിയെ കിട്ടി, സഞ്ചിയിലുണ്ട്. ആഹാ, അപ്പൊ വെളിച്ചച്ചാത്തൻ ഉൾപ്പെടെ 2 ചാത്തൻ. ഞാനുൾപ്പെടെ 3. വൈകാതെ കുടം അവിടെ എത്തിയിട്ട് തുറന്നാൽ മതി. ശരിയാ, റിസ്ക് എടുക്കണ്ട. വൈകാതെ ഇനി ചാത്തനെ തുറക്കാം. അമ്പട, അവന്റെ മുഖം കണ്ടില്ലേ? അതൊരു പട്ടി. ഉറക്കമാ. അവനെ ഓടിക്കണമല്ലോ, നമുക്ക് താഴെ ഇറങ്ങണ്ടേ? ഓടിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. എങ്ങനെ? ഈ ഊതി ഓടിക്കും. ഫൂ. ബൗ, ബൗ. ഈ നാളത്തിന്റെ വെളിച്ചം കണ്ടതും അമ്മോ. ഗ്രൂ. അയ്യോ, സോറി വെളിച്ചാത്ത, ഞങ്ങളെ വിടണേ. മായാവി, എന്താ ഒരു ശബ്ദം കേട്ടത്? എല്ലാം പറയാം. അവർ പോകുന്നത് വരെ ടോർച്ച് എടുക്കേണ്ട. വീടിൽ വിടറേ, വിശന്നിട്ട് വയറു കത്തുന്നു. ഓക്കേ. ഹിഹി. അതാരാ മരം കത്തിച്ചോട്ടത്? ഓഹോ, അവൻ സ്ഥലത്തുണ്ടെന്നർത്ഥം.
നോക്ക് നോക്ക് റോക്കറ്റ്. അമേരിക്കയിൽ പോയി പഠിച്ച ചാത്തനാ. അവൻ എന്തിൽ തട്ടിയാലും ആ സാധനം റോക്കറ്റ് പോലെ പറക്കും. ശൂ! അതാ അവൻ തന്നെ. നോക്ക് നോക്ക്. ദേ പോകുന്നു കാള റോക്കറ്റ്. എവിടെയോ ചെന്ന് ഇറങ്ങുവോ? ശൂ! മ്രാ! ഹലോ, നോക്ക് നോക്ക് അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ റിമെമ്പർ. ഞങ്ങളുടെ കൂടെ വന്ന 2 പിള്ളേരെ പറത്തി വിടാനുണ്ട്. അതിനെന്തോ പഴത്താനല്ലോ. മായാവി അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, നോക്ക് നോക്ക് എത്തിയോ? കമോൺ, പോകാം. കുന്തത്തിൽ തട്ടല്ലേ? ആദ്യം വീട്ടിൽ പോയി ചായയൊക്കെ കുടിക്കാം, എന്നിട്ട് പിള്ളേരെ പറത്താൻ പോകാം. ഓക്കേ? വൈകാതെ. ഇതാണോ വീട്? ഹിഹി. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാ സൗകര്യവുമുണ്ട്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലല്ലേ? കേറി വാ, അകത്തേക്ക് ഇരിക്കാം. ഒരു സൂത്രമുണ്ട്. ഓം ഹ്രീം ഡോർ ക്ലോസ്. മായാവി മന്ത്രം ചൊല്ലിയതോടെ പടേ. ഞാൻ കേറിയില്ല, തുറക്ക്. ഹലോ, ഓപ്പൺ ദ ഡോർ. ടക് ടക്. അയ്യോ, മുട്ടല്ലേ? നോക്ക് നോക്ക് കതകിൽ മുട്ടിയതോടെ ചതിച്ചോ, ദാ പോണേ. ഋഷു! ഊ, ഊ. നീ എവിടെയായിരുന്നു? ഊ, ഊ, ഊ. എന്തിനാ കരയുന്നത്? വിശന്നിട്ടാണോ? ഊ, ഊ. എന്തോ കുഴപ്പമുണ്ട്. എന്തോ അടയാളം കാണിക്കുകയാ. പിന്നാലെ പോയി നോക്കാം. മായാവി, അമ്മടാ, ഇത് കാണിക്കാനാണോ നീ വിളിച്ചത്? തെറ്റിപ്പോയി. സ്റ്റോപ്പ്. ഞാനാണ് കാക്കോച്ചി, ഈ മരപ്പൊത്തിന്റെ ഉടമസ്ഥൻ. എന്റെ അനുവാദമില്ലാതെ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ വടിയുടെ ഉടമസ്ഥൻ മായാവിയാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊത്തിനകത്ത് വെച്ചാൽ പുറത്തെടുക്കാൻ ഞാൻ അനുവദിക്കണം. ഓഹോ, എങ്കിൽ മായാവിക്ക് പൊത്തിൽ നിന്ന് പുറത്തിറങ്ങാനും തന്റെ അനുവാദം വേണോ? വേണം. തിരിച്ചു വെക്കാവടി. അല്ലാത്ത ചതിയായി പോയി. അതായത് ഇനി മായാവിക്കും വടിക്കും പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലേ? ഒറ്റ വഴിയേ ഉള്ളൂ. പകരം എന്തെങ്കിലും വെച്ചാൽ ഇതെടുക്കാം. അത്രയും സിമ്പിളാണോ? അത് ഞാൻ ഏറ്റു. ഈ മാങ്ങ വെച്ചാൽ പോരെ? മതി, പക്ഷെ അതിനു മുമ്പ് എടുത്ത വടി തിരിച്ചു വെക്കണം. ഓക്കേ, ഇതാ വെച്ചു. താങ്ക് യു. ചതിച്ചു. ഇവനിതെങ്ങോട്ടാ പോകുന്നത്? ഇല്ലടാ അവിടെ. ചേടാ, ഇതിനകത്തു കൂടി മേലോട്ട് വഴിയുണ്ടോ? ഹിഹി. അമ്മടാ, വിടില്ല നിന്നെ ഞാൻ. സ്റ്റോപ്പ്. സ്റ്റോപ്പോ? എന്നാ പ്രശ്നം? പൊത്ത് എന്റേതല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല. പകരം എന്തെങ്കിലും വെച്ചാൽ അമ്മുമ്മയ്ക്ക് പുറത്തിറങ്ങാം. എന്തു പകരം വെക്കാൻ? അയ്യോ, ഞാൻ കുടുങ്ങി. എടാ, ദാഹിച്ചിട്ട് വയ്യ, നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. അവിടെ ഒരു കുടം. വെള്ളമുണ്ടല്ലോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ഏതായാലും ദാഹം തീർക്കാം. ആദ്യം ഞാൻ കുടിക്കാം. കുടിച്ചു തീർക്കരുത്. എന്താടാ ഇരുന്ന് കളഞ്ഞത്? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒറ്റയടിക്ക് വെള്ളം കുടിച്ചിട്ടാ? മെല്ലെ കുടിക്കണം, ദാ ഇതുപോലെ. അമ്മേ! എനിക്ക് എഴുന്നേൽക്കാൻ പറ്റി. ഇതെന്താ ഡാൻസോ? അനങ്ങാൻ പറ്റുന്നില്ലടാ. എങ്കിലെന്തോ പ്രശ്നമുണ്ട്. മനസ്സിലായി, വെള്ളമാ കുഴപ്പം.
കുഴപ്പമൊക്കെ മനസ്സിലായടാ. അതാണ് ആൽഫബറ്റ് കുടം. അതിലെ വെള്ളം കുടിച്ചാൽ നമ്മൾ നമ്മുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പോലെയാവും. നീ എൽ പോലെ ആയി, ലുട്ടാപ്പിയുടെ എല്ല്. ശരിയാ, അപ്പൂപ്പൻ കേ പോലെയാ. ഹിഹി. ഇനി ഞാൻ രക്ഷപ്പെടണമെങ്കിൽ വേറെ ആരെങ്കിലും വെള്ളം കുടിക്കണം. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് അപ്പൂപ്പൻ എന്തിനാ അത് കുടിച്ചത്? എടാ, അതിന് ഇത് ആ കുടമാണെന്ന് മനസ്സിലായില്ലടാ. നീ തന്നെ കുടിക്ക്. നിനക്ക് ചുമ്മാ എല്ല് പോലെ ഇരുന്നാൽ പോരെ. വേറെ ആരെങ്കിലും വരുമോ എന്ന് നോക്കാം. ഏതെങ്കിലും കഴുതയോ കുരങ്ങനോ വന്ന് കുടിച്ചാൽ മതിയായിരുന്നു. കഴുത കുടിച്ചാൽ ഡി പോലെ നിൽക്കും, ഡോങ്കി. ഡോങ്കി എന്ന് നമ്മൾ വിളിക്കുന്ന പേരല്ലേ? കഴുതയുടെ അച്ഛനും അമ്മയും ഇട്ട പേര് വേറെ ഇരിക്കും. ഹിഹി. ദേ വേറെ ഒരു ഡി വരുന്നു, ഡാങ്കിനി. ഇതെന്താ, വ്യായാമമാണോ? ഹിഹി. കുട്ടൂസ, ഒരു സർപ്രൈസ് ഉണ്ട്, അറിയട്ടെ. ആദ്യം ഈ വെള്ളം കുടിക്ക്. ഹിഹി. ശരിയാ, കുടിക്കാം. നടന്നു തളർന്നു. ഇതെന്താ? ആവൂ, ഞാൻ രക്ഷപ്പെട്ടു. എന്താ പൊട്ടുന്ന ശബ്ദം? മായാവി. സഞ്ചിയിൽ മായാവി കുപ്പി ഉണ്ടായിരുന്നടാ മണ്ട. സോറി, അതായിരുന്നല്ലേ സർപ്രൈസ്. ഞാനെന്താ ഇങ്ങനെ വളഞ്ഞ്? നീയുടെ ഈ സൈഡ് ഒന്നും കൂടി വളയാനുണ്ടല്ലേ അപ്പൂപ്പ? ഹിഹി. അപ്പൂപ്പ, മാന്ത്രിക എക്സിബിഷൻ വരുന്നു ഇന്ന്. ആ, മാന്ത്രിക സാധനങ്ങൾ അവതരിപ്പിക്കാം. മികച്ചതിന് സമ്മാനമുണ്ട്. ആ, അപ്പൂപ്പ, പറഞ്ഞത് വല്ലതും കേട്ടോ? ആ, കേട്ടു കേട്ടു. എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? എനിക്കും പങ്കെടുക്കാനാ. അയ്യടാ, കിട്ടി കിട്ടി. സമ്മാനം കിട്ടുന്ന ഐറ്റമാണോ? പൊളിച്ചു. ഇത് അതല്ലടാ, ചൂളക്കുപ്പി ഇരിക്കുന്ന സ്ഥലം കിട്ടിയെന്ന്. അതെന്ത് കുപ്പി? ചാത്തന്മാർ അടുത്തു വന്നാൽ ചൂളമടിച്ചു സിഗ്നൽ തരുന്ന കുപ്പിയാ. അയ്യടാ, എങ്കിൽ ചൂളക്കുപ്പി ഞാൻ എക്സിബിഷന് വെക്കാം. അത് വേണ്ട, നീ വെച്ചാൽ അത് ഫുൾ ടൈം ചൂളമടിക്കില്ലേ. പകരം ഞാൻ വെക്കും, ഫസ്റ്റും വാങ്ങും. ഹിഹി. ചതി, വഞ്ചന, cheating. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ നിന്റെ അമ്മാവന്റെ ഗുഹയിൽ പോയി വല്ലതും പൊക്കടാ. അത് നല്ല ഐഡിയ. വേഗം വാ, ചൂളക്കുപ്പി എടുക്കണ്ടേ. എനിക്ക് സമ്മാനം കിട്ടിയാൽ ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. കിട്ടിയാലല്ലേ? ഈ തുരങ്കത്തിന്റെ അകത്ത് മൂന്നാമത്തെ കല്ല് പൊക്കി നോക്കിയാൽ അതിനടിയിൽ ഒരു കുഴി കാണാം. അതിനകത്താ ചൂളക്കുപ്പി. എന്നാ പിന്നെ നീ പുട്ടാലുവിന്റെ ഗുഹയിൽ പോയി വാ. ഞാൻ ചൂളക്കുപ്പിയും എടുത്ത് വെയിറ്റ് ചെയ്യാം. അമ്മാവൻ സ്ഥലത്തുണ്ടോ ആവോ? ഹലോ, ഇന്ന് എനിക്കൊരു പരിപാടിയുണ്ട്, വൈകിട്ടേ വരൂ. അയ്യടാ, അമ്മാവൻ പുറത്തു പോകാൻ ഒരുങ്ങുകയാ. വൈകാതെ. കിട്ടി, പറക്കുന്ന മരണി. അമ്മാവൻ വേറുന്ന പരിപാടിക്ക് പോയി. ചൂളക്കുപ്പിയും കിട്ടി. എന്നിട്ട് ചൂളമടിക്കുന്നില്ലല്ലോ. കുപ്പിക്കകത്ത് ആളുണ്ടെങ്കിൽ ചൂളമടിക്കില്ല. ഹിഹി. മായാവിയെ കിട്ടിയോ? കുപ്പി ചൂളമടിച്ചു. നോക്കുമ്പോ മായാവി കിടന്ന് ഉറങ്ങുന്നു. ഹിഹി. വൈകാതെ. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക, വിധികർത്താക്കൾ ഉടൻ എത്തും. ഏറ്റവും മികച്ച മാന്ത്രിക സാധനത്തിന് സമ്മാനം. ഡുണ്ടും. കേട്ടില്ലേ, ജഡ്ജസ് വരാറായി. വന്നാൽ ചൂളക്കുപ്പി തുറന്നു കാണിക്കാം. മികച്ച എൻട്രി തെരഞ്ഞെടുക്കുന്നതിനായി ഇതാ കടന്നു വരുന്നു നമ്മുടെ വിധികർത്താവായ ആരാണാവോ ജഡ്ജ്? പുട്ടാലു. അമ്മാവനോ? ഹമ്പടാ, മോഷ്ടിച്ച സാധനമാണ് എക്സിബിഷൻ വെക്കുന്നത്. അയ്യോ, അത് ചൂളക്കുപ്പിയാ. ഡുണ്ടും ചിൽ. കേക്കിന്റെ മണം ഈ ഗുഹയിൽ നിന്നോ? ഇതാരാ വിളക്ക് കത്തിച്ചു വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത്? എന്നോ എഴുതി പാത്രത്തിലിട്ടല്ലോ. പാത്രത്തിൽ ജിലേബി. ഇതെങ്ങനെ സാധിച്ചു? എന്റെ പേര് ഡാങ്കിനി, മന്ത്രവാദിനിയാ. ഹലോ, ഇത് മാന്ത്രിക പാത്രമാ. എന്തെഴുതിയിട്ടാലും ആ സാധനം തരുന്ന പാത്രം. വിളക്ക് കൊളുത്തി വെക്കണമെന്ന് മാത്രം.
അങ്ങനെയാണല്ലേ കേക്കും ജിലേബിയും വന്നത്. എങ്കിൽ എനിക്കൊരു ചായ വരുത്താമോ? പിന്നെന്താ, ചായ. വിളക്കു കെടരുത്, കെട്ടാൽ ഇത് പൊട്ടിത്തെറിക്കും. അമ്മോ, അയ്യടാ, ചായ എത്തിപ്പോയി. ഇനി 2 വാഴപ്പഴം ചോദിക്കാം. പഴം വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അമ്മുമ്മയ്ക്കല്ല, ആ കൊരങ്ങനാ. തിന്നടാ, തിന്ന്. ഇതിനകത്ത് നിന്ന് ഫുഡ് മാത്രമേ കിട്ടൂ, അതോ? എന്തും കിട്ടും. ഹിഹി, എങ്കിലൊരു വിഷപ്പാമ്പിനെ കിട്ടുമോ? അയ്യോ, അതെന്തിനാ? 2 പിള്ളേരുണ്ട്, രാജവും രാധയും. അവരുടെ വീട്ടിൽ കൊണ്ടിനാനാ. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, പുതിയ വിദ്യയാണല്ലോ. ശരി, കാണാം. ഹിഹി, റെഡി. എനിക്കിഷ്ടപ്പെട്ട കാര്യമാ. ആദ്യം ആ മുയലിന് 2 ക്യാരറ്റ് കൊടുക്കട്ടെ. ക്യാരറ്റ്. ഹഹാ, ഒരു സൂത്രമുണ്ട്. മന്ത്രം ചൊല്ലി ഒരക്ഷരം മായ്ക്കാം. ഓം ഹ്രീം. അതോടെ ക്യാരറ്റിലെ രാമാഞ്ഞു കാറ്റ് എന്നായി. ഇതെന്താ കാറ്റ്? അയ്യോ, വിളക്കു കെട്ടു. അമ്മോ, അയ്യോ, പൊട്ടി. ബും. ഒരു ദിവസം. ഒന്ന് വേഗം വിടടാ, മരുന്ന് കഴിക്കാൻ സമയമായി. ഇത് മാക്സിമം സ്പീഡാ. എന്നമ്മേ, രാക്ഷസനിലി. കുന്തമിറക്ക്. കുന്നമിറക്കാനോ? എന്തിനാ? ആ എലിയുടെ വായിൽ ചെന്ന് കേറാനാണോ? അല്ലടാ, അവനെ ഒളിച്ചു നിന്ന് വാച്ച് ചെയ്യാനാ. പിന്നാലെ വിട്ടോ. എലി ഇത്ര വലുതാണെങ്കിൽ ഇവനെ പിടിക്കുന്ന ആ പൂച്ചയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. അതാ, അവനൊരു ഗുഹയിലേക്കാ. യെസ്, ഇത് അവൻ താമസിക്കുന്ന ഗുഹയാ. ഇപ്പൊ ഒരു തമാശ കാണാം. ഗുഹയിൽ കയറിയാൽ അവൻ സാധാരണ എലിയാകും. നോക്കിക്കോ. ശരിയാ, ചെറുതായി. ഗുഹയ്ക്കകത്ത് സാധാരണ എലി, പുറത്തിറങ്ങിയാൽ രാക്ഷസൻ എലി. ഹോ, ഈ ഗുഹയിൽ സിംഹമോ കരടിയോ ഒക്കെ കേറാത്തത് ഭാഗ്യം. എടാ മണ്ട, ഗുഹയ്ക്കല്ല, എലിക്കാ പ്രത്യേകത. ഗുഹയിൽ വേറെ ആര് കേറിയിട്ടും കാര്യമില്ല. അതെന്താ ഗുഹയ്ക്ക് മുന്നിൽ ഒരു വര? ആ വരയുടെ ഇപ്പുറം കടന്നാലേ എലി വലുതാവൂ. കുന്തമെടുക്ക്, നമുക്ക് ആ പിള്ളേരെ പിടിക്കണം. എന്നിട്ട് ആ ഗുഹയ്ക്ക് മുന്നിൽ കെട്ടിയിടാം. ശരിയാ, ബാക്കി കാര്യം രാക്ഷസനിൽ നോക്കിക്കോളും. ഹിഹി. വായ മൂടിക്കെട്ടണം. പിള്ളേര് മായാവിയെ വിളിക്കരുത്. വൈകാതെ. ഇവിടെ കിടക്കട്ടെ, നമുക്ക് വേഗം ഒളിക്കാം. എലി എപ്പോഴാ പുറത്തു ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മായാവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. രാക്ഷസനിലെ പുറത്തു ചാടുമ്പോൾ ഒരു സൂത്രം ഒപ്പിക്കാം. അപ്പൂപ്പാ, ഓടിക്കൂ, അത് എലി പുറത്തേക്ക് വരുന്നു. ഇതെന്താ എലി വലുതാവാത്തത്? എന്തോ പ്രശ്നമുണ്ട്. താഴെ ഇറങ്ങി നോക്കാം. എലി വലുതാവാത്തത് കൊണ്ട് റിസ്ക് ഇല്ല. എലിയുടെ വാൽ മന്ത്രം ചൊല്ലി നീട്ടിയത് മായാവിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. മനസ്സിലായി. എലിയുടെ വാൽ നീണ്ടു. വാൽ ഗുഹയ്ക്കകത്താ. എലി കംപ്ലീറ്റ് പുറത്തു വന്നാലേ വലുതാവൂ. ആഹാ, ഇനി വാൽ ചുരുക്കാം. ഓം ഹ്രീം. അതോടെ അയ്യോ, വാൽ ചെറുതായി. അടുത്ത നിമിഷം അമ്മേ, അയ്യോ, കുട്ടൂസാ, ദേ അവിടെ വെള്ളക്കെട്ട്. വെള്ളക്കെട്ടോ? അതെന്താ? വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. അല്ല, ഇത് അതല്ല. വെള്ളത്തിൽ കെട്ട് വീണതാ. വാ, കാണിക്കാം. ദേ കണ്ടോ, ടാപ്പിലെ വെള്ളം വള്ളി പോലെ കെട്ടിയിരിക്കുന്നു. എന്റെ അമ്മേ, ഇതാരുടെ പണി? എന്റെ പണി. ആരാ? ഞാനാണ് കേക്ക് കട്ടൂസൻ. ഹിഹി, അത് കൊള്ളാം. എന്റെ പേര് കുട്ടൂസൻ. ഹലോ. ഏത് വെള്ളത്തിലും കെട്ടൂസൻ ഇതുപോലെ കെട്ടിയിടുമോ? ഒഴുകുന്ന വെള്ളത്തിൽ ഞാൻ തൊട്ടാൽ വെള്ളം വള്ളി പോലെ ആകും. എന്ന് വെച്ചാൽ ടാപ്പ് വെള്ളത്തിൽ അല്ലേ?
ടാപ്പ് വെള്ളമോ? ആഹാ, അതൊന്നുമല്ല. ദാ അങ്ങോട്ടൊന്ന് നോക്ക്. അയ്യോ, വെള്ളച്ചാട്ടത്തിൽ കെട്ടോ? ഹിഹി. ആരെയെങ്കിലും ഈ വെള്ളം കൊണ്ട് കെട്ടിയിടാൻ പറ്റുമോ? പിന്നല്ലാതെ. ഹിഹി. അങ്ങനെ കെട്ടിയിട്ടാൽ തണുത്ത് വിറച്ച് അവർക്ക് പനി പിടിക്കും അല്ലേ? പിടിക്കും. ഹിഹി. എങ്കിൽ 2 പിള്ളേരെ കെട്ടിയിടാനുണ്ട്. ഹിഹി. അത് കഴിഞ്ഞ് വെള്ളം വള്ളി കൊണ്ട് ഒരു ഊഞ്ഞാല് കെട്ടി തരാമോ? ഓഹോ, കെട്ടൂസനാണല്ലോ പുതിയ കൂട്ട്. രാജു, രാധ, അതാണ് അവരുടെ പേര്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം ഗുളുഗുളു കുന്തം ഗുളുഗുളു. അടുത്ത നിമിഷം പ്ലീസ്. ഇതെന്തോ? അയ്യോ, കുന്തം ലീക്കായേ. കെട്ടൂസൻ വെള്ളം തൊട്ടതോടെ അയ്യോ, വെള്ളം വള്ളിയായി. അയ്യോ, ആരെങ്കിലും ഈ വെള്ളം ഒന്ന് പൂട്ടണേ. വൈകാതെ ബെസ്റ്റ്. കൺട്രോൾ പോയി. നിങ്ങളെ കൂടെ ഇനി ഒരു പരിപാടിക്ക് ഞാനില്ല. അമ്മോ അമ്മോ, അയ്യോ. ബദം. ഒരു ദിവസം ലൊട്ടിലൊടുക്കിന്റെയും ഗുലുഗുലുമാലിന്റെയും പരീക്ഷണശാലയിൽ. ഈ കാർ കണ്ടുപിടിച്ച കാര്യം വിക്രമനും മുത്തവും അറിയാതിരുന്നാൽ മതി. അതെ, ഞങ്ങൾ അറിഞ്ഞു. ഇനി അതിന് സൂത്രം പറ. അയ്യോ, ഇതെന്തോ ടോയ് കാറോ? ഹിഷി. ടോയ് കാറല്ല, ഓടുമ്പോൾ വലുതാകുന്ന കാറാ. മുന്നോട്ട് ഓടുന്തോറും കാർ വലുതായിക്കൊണ്ടിരിക്കും. ഒന്ന് ഓടിച്ചു കാണിച്ചേ. എങ്ങനെ ഓടിക്കും? റിമോട്ട് ഉണ്ട്. വലുതാവുന്നുണ്ട്. മതി, ഇനി വലുതായാൽ പുറത്തിറക്കാൻ പറ്റില്ല. ശരിയോ? കാറിഡോർ കടക്കില്ല. ഇനി എന്തു ചെയ്യും? ചെറുതാക്കാൻ റിവേഴ്സ് ഓടിച്ചാൽ മതി. അയ്യടോ, ചെറുതായി. ഇനി ഇത് കയ്യിലെടുത്ത് പുറത്ത് കൊണ്ടുപോകാം. താടോ റിമോട്ട്, ഇല്ലെങ്കിൽ. അയ്യോ, തരാമേ ടിം. വിക്രമ, എന്താ നമ്മുടെ പരിപാടി? നമുക്കിത് വെച്ചൊരു കളി കളിക്കണം. വാ, നമുക്ക് ഈ കാർ ഉരുട്ടി വലുതാക്കി പോലീസ് സ്റ്റേഷൻ തകർക്കണം. അയ്യടാ. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതാ ചെക്കിങ്ങിന് പോലീസ് നിൽക്കുന്നു. കാർ ഓടിച്ചു വലുതാക്കി ആ ജീപ്പിലിടിച്ചാലോ? റിമോട്ട് അമർത്തിക്കോ. ഓം ഹ്രീം വളഞ്ഞു തിരിഞ്ഞു പോ. കാർ തിരിഞ്ഞു. അങ്ങോട്ട് കുഴിയോ? അമ്പടാ, ഇത് അവന്മാരുടെ പണിയാ. പിടിക്കവരെ. അയ്യോ. ഒരു ദിവസം ഡാങ്ങിനി കാട്ടിലൂടെ നടക്കുമ്പോൾ അയ്യടാ, കിട്ടിപ്പോയി. കേറണം കുപ്പിയിൽ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. മായാവി ചാത്തനെ കിട്ടിപ്പോയി. കഴുത. അതാരാ? കഴുത കച്ചവടക്കാരനാണോ? ഡാങ്കിനി അമ്മുമ്മ അല്ലേ? എങ്ങനെ മനസ്സിലായി? ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഹിഹി. ഞാൻ ടപ്പോട്ടപ്പൻ മന്ത്രവാദി. ബ്രേ. അയ്യോ, കരഞ്ഞു. രൂപം മാറ്റട്ടെ. കടുവ. പട്ടേ. അയ്യോ. പേടിക്കണ്ട, അടിമയായി നിന്നോളും. പക്ഷെ കരഞ്ഞാൽ കാലിലടിച്ച് രൂപം മാറ്റണം. അല്ലെങ്കിലോ? കരഞ്ഞിട്ട് രൂപം മാറ്റിയില്ലെങ്കിൽ ഇവൻ ഭീകര ജീവിയാവും. രൂപം മാറ്റിക്കൊണ്ടിരുന്നാൽ അടിമയായി കൂടെ നിൽക്കും. കരഞ്ഞു. കുറുക്കൻ. അപ്പോൾ ടപ്പോട്ടപ്പന് രാത്രി ഉറക്കമൊന്നും ഇല്ലേ? കരയുന്നത് നോക്കിയിരിക്കണ്ടേ? രാത്രി ഇവൻ ഉറങ്ങിക്കോളും. കുറുക്കൻ കരഞ്ഞല്ലോ. ഞാൻ അടിക്കട്ടെ? ഓക്കെ, ആർക്കും അടിക്കാം. ജീവിയുടെ പേര് പറയണം. ചതിച്ചു. അമ്മുമ്മ എന്തു പണിയാ കാണിച്ചത്? എന്താ?
കരഞ്ഞാൽ കാലിലാ തല്ലേണ്ടത്. പാമ്പിന് എവിടെയാ കാല്? അമ്മേ, അത് ഞാൻ ഓർത്തില്ല. ദേ കരയുന്നു. കരഞ്ഞിട്ടും പാമ്പിനെ തല്ലാതിരുന്നതോടെ ചിൽ. രാജുവിനെ രാധയും കണ്ടിട്ട് കുറച്ചു ദിവസമായി. ഏ അയ്യോ, ശ്യൂം. അയ്യോ, അനങ്ങാൻ പോലും പറ്റുന്നില്ല. എത്തിപ്പോയി. ഹിഹി, ചുറ്റിയോടോ നിന്നെ. ഹിഹി, വൈകിക്കണ്ട, കേറിക്കോ കുപ്പിയിൽ. ആയാവിയെ കിട്ടിയോ? ഇതെങ്ങനെ ഒപ്പിച്ചു? പറക്കും പതപ്പിന്റെ ഹെൽപ്പാ. ഹിഹി. പറക്കും പതപ്പോ? അതെ, നമ്മൾ പതപ്പ് മന്ത്രം ചൊല്ലി പേര് പറഞ്ഞു കൊടുത്താൽ മതി. പുതപ്പ് പറന്നു ചെന്നു അവനെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവരും. പുതപ്പിനകത്തു പെട്ടാൽ അനങ്ങാൻ പോലും പറ്റില്ല. സൂപ്പർ വിദ്യ. പിന്നെ ഒരു കുഴപ്പമുണ്ട്. പുതപ്പ് ആരും കീറാതെ നോക്കണം. കീറിയാൽ പതപ്പ് ഭീകര ജീവിയായി തിരിച്ചു പറന്നു വരും. കട്ടിപ്പതപ്പ. ഇതൊന്നും കീറാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. ലുട്ടാപ്പി എവിടെ പോയി? ഐസ്ക്രീം വാങ്ങാൻ പോയതാ. കുട്ടൂസാ, ഒരു തമാശ. നമുക്ക് അവനെ പുതപ്പിച്ച് വരുത്തിയാലോ? ഹിഹി. ഹിഹി, ശരിയാ. അവൻ ഈ പുതപ്പ് കണ്ടിട്ടില്ല. സർപ്രൈസ് ആവും. പറ പുതപ്പ്, പോ പോ പുതപ്പ്, പീടി പീടി പുതപ്പ്, ലുട്ടാപ്പി. ദേ പോയി. ഹിഹി. ഇർഷ്. അയ്യോ. എന്നാൽ കിർ. രക്ഷിക്കണേ, പുതപ്പ് പിടിച്ചേ. കുന്തം കൊണ്ട് പുതപ്പ് കീറിയതോടെ അമ്മ, വൈകാതെ ആരോ പറന്നു വരുന്നുണ്ടല്ലോ. അയ്യോ, പുതപ്പ് ഭീകരനോ. അയ്യോ, രക്ഷിക്കണേ. ചിൽ. ഓക്കെ, ഓൺ ചെയ്യ്. യെസ്, പൊങ്ങി. സക്സസ്. ഈ കണ്ടുപിടുത്തത്തിന് നമുക്ക് അവാർഡ് ഉറപ്പാ. ശരിയോ, അവാർഡ് ഞങ്ങൾ തന്നെ തരാം. ഹിഹി. താഴെ വീണോ? ചിൽ. ഓഫ് ചെയ്യ്. സത്യം പറ, ഗ്ലാസ് എങ്ങനെ പറന്നു? പറന്ന ഗ്ലാസ് എങ്ങനെ താഴെ വീണു? അത് പറഞ്ഞില്ലെങ്കിൽ നിനക്കും ആ ഗ്ലാസിന്റെ ഗതിയാവും. അയ്യോ, പറയാം. ഇത് ഹൈഫ്ലൈ ഹെഡ്ലൈറ്റാ. ഹെഡ്ലൈറ്റിലെ പ്രകാശം 1 സെക്കൻഡ് നേരത്തേക്ക് വീണാൽ എന്തും പറന്നു പൊങ്ങും. പ്രകാശം വീഴുന്നത് അവസാനിച്ചാൽ പറക്കൽ തീരും. ഓക്കെ, മനസ്സിലായി. താൻ തല തിരിച്ചപ്പോൾ ഗ്ലാസ്സിൽ ലൈറ്റ് വീഴാതായി. അത് താഴെ വീണു. നിങ്ങൾ ഈ തോക്കിലേക്ക് 2 സെക്കൻഡ് നേരം ലൈറ്റ് അടുപ്പിക്കാഞ്ഞത് ഭാഗ്യം. ഹിഹി. അത് മതിയായിരുന്നു. മണ്ടത്തരം പറ്റി. അതിങ്ങു താ, ഞങ്ങളും ഒന്ന് പറത്തി നോക്കട്ടെ. ആദ്യം ഈ ചുറ്റിക പറത്താം. ഹിഹി. എന്നിട്ട് തലയ്ക്ക് മുകളിൽ വന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യാം. ഹിഹി. വൈകാതെ. ഹിഹി. ചുറ്റുക വീണപ്പോഴത്തെ അവന്റെ കരച്ചിൽ എന്ത് രസമായിരുന്നു. അതെ, എന്തൊരു സംഗീതാത്മകം. രണ്ടുപേരും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, തീർച്ച. ഏതായാലും പിന്നാലെ പോകാം. അതോ പോലീസ് ജീപ്പ്. അതങ്ങ് പറത്തി താഴെയിട് വിക്രമ. ഹിഹി. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. ഓം റീം ബിഗ് ബിഗ്. മായാവി മന്ത്രം ചൊല്ലിയതോടെ വഴിയിൽ കിടന്ന ഒരു കൊച്ചുകല്ല് വലുതായി. ആ കല്ല് എവിടുന്ന് വന്നു? അതിലോ ലൈറ്റ് വീഴുന്നത്. ഒരു സൂത്രമുണ്ട്. അയ്യോ, പൊങ്ങി, കല്ല് പൊങ്ങി. ലൈറ്റ് ഓഫ് ചെയ് വിക്രമ. ചെയ്തു. ചതിച്ചോ, കല്ല് താഴെ വീണു. ഓടിക്കോ, അതിങ്ങോട്ടോ. അയ്യോ, അമ്മേ. ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്?
ഒരു ദിവസം ഹിഹി, ഇനി മൊബൈൽ ക്യാമറ കൊണ്ട് ഒരു കളി കളിക്കണം. ലുട്ടാപ്പി, എടാ ലുട്ടാപ്പി. ദാങ്ങിനമ്മ നാശം. ഞാനും വരുന്നു. നടന്നു വയ്യാതായി. പിന്നെ എനിക്ക് മായാവിയെ കിട്ടിയടാ. ഹിഹി. ഏ, നീ പുതിയ ഫോൺ വാങ്ങിയോ? ഹിഹി. നോക്കട്ടേടാ, ഇങ്ങോട്ടാ തരാം. അതിനു മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാം. ഹിഹി. പൂമ്പാറ്റയുടെ ഫോട്ടോ എടുക്കാം. അമ്മയൊന്ന് പേടിപ്പിക്കാം. എന്താ ആന പൂമ്പാറ്റ, എന്താടാ ഇത്? ഹിഹി. ടാറ്റ മൊബൈലിന്റെ പുതിയ ഫീച്ചറാ. ഫോട്ടോ എടുത്താൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ 10 ഇരട്ടി വലുതാവും. ഏറ്റവും അടുത്തോ? അതെ, ഏറ്റവും അടുത്തുള്ള ഒരാളെ വലുതാകൂ. ഫോർ എക്സാമ്പിൾ ഞാൻ. അതാ പോകുന്ന കുറെ കിളികൾ. ഞാൻ ഫോട്ടോ എടുക്കുന്നു. ക്ലിക്ക്. കണ്ടോ, ഒരു കിളി മാത്രം വലുതായി. ഏറ്റവും അടുത്തുള്ള കിളി. ഹിഹി, ഇത് കൊള്ളാമല്ലോടാ. എങ്കിലും എനിക്കിതിന്റെ ലിഫ്റ്റ് വേണ്ട. വേണ്ടേ? വേണ്ട, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. പകരം എന്റെ ഫോട്ടോ എടുക്ക്. വലുതായാൽ പിന്നെ കാല് നീട്ടി വെച്ചങ്ങു നടന്നാൽ പെട്ടെന്ന് എത്താമല്ലോ. ഹിഹി. അമ്മമ്മയുടെ ബുദ്ധി കൊള്ളാം. എന്നാ പിന്നെ അങ്ങനെ. ദാ അവിടെ നിന്നോ. ഹിഹി. സ്മൈൽ പ്ലീസ്. ക്ലിക്ക്. ഹിഹി. ചതിച്ചോ? അമ്മമ്മയേക്കാൾ അടുത്തായിരുന്നു മായാവി. ചിൽ. ആവു, രക്ഷപ്പെട്ടു. കട്ടറേ, നിന്റെ ഒരു ഉണക്ക ഫോണ്. നോടൊന്നു തളർന്നടാ. ഞാനും. ആഴ്ചയിൽ 4 തവണ കേടാവുന്ന ഈ കുന്തം കൊണ്ട് ഒരു ഗുണവുമില്ല. ഹും. എന്റെ കുന്തത്തെ ഇൻസൾട്ട് ചെയ്യല്ലേ. ഹോ, ഒന്നിരുന്നാൽ മതി എന്നായി. ഇരിക്കാം. അതാ ഒരു കസേര. കാട്ടിൽ കസേരയോ? വാ, അപ്പൂപ്പൻ ആദ്യം കുറച്ചു നേരം ഇരുന്നോ. നില്ല്, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഇരിക്കാൻ വരട്ടെ. ഇത് അമ്മേ. എന്ത് പറ്റി അപ്പൂപ്പ? ഇതിലിരിക്കാഞ്ഞത് നന്നായി. ഇത് കരടി കസേരയാ. കരടി കസേരയോ? കരടികൾക്ക് മാത്രം ഇരിക്കാനുള്ളതാണോ? അല്ലടാ മണ്ട, ഇതിലിരുന്നാൽ കസേര കരടിയാവും. അയ്യോ, അപ്പൂപ്പൻ ഇപ്പൊ എന്താ ആലോചിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഈ കസേര രാജുവിന്റെ രാധയുടെയും വീട്ടിൽ കൊണ്ടിടാമെന്നല്ലേ? അതേടാ, എങ്ങനെ പിടികിട്ടി? അത് ബാലരമ വായിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും പിടികിട്ടും. എന്നാ പിന്നെ സംശയിക്കണ്ട, എടുത്തോ. പിള്ളേരെ കരടിയാക്കിയിട്ട് മതി അടുത്ത കാര്യം. ഹഹാ, കരടി കസേരയോ? അത് കൊള്ളാം. കുന്തം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കടാ. നോക്കാം. സ്റ്റാർട്ടായി. കേറിക്കോ. നല്ല ലക്ഷണമാ. ആവശ്യം വന്നപ്പോ സ്റ്റാർട്ടായി. നന്നായി. എങ്കിൽ ഇനി പണിയുണ്ട്. ഓം ഹ്രീം, കുന്തം ചെറുതാവട്ടെ. അയ്യോ, ഇതെങ്ങനെ? അമ്മോ, ഞാൻ വീണേ. ഓ, ദും. കറക്റ്റ് കസേരയിലാ. അതോടെ നല്ല ലക്ഷണമാണല്ലോ. ഹഹാ. പറയൂ, എന്താ പ്രശ്നം? എന്റെ ഈ നിറമാ പ്രശ്നം. ഈ കളർ ആയതുകൊണ്ട് ആളുകൾ കളിയാക്കുകയാ. ചുവന്ന നിറം കണ്ട് കാള കുത്താൻ വരുന്നു. മുറിവ് പറ്റി ചോര വന്നാൽ അറിയുക പോലുമില്ല. കളർ സ്ഥിരമായി മാറ്റലൊന്നും അത്ര എളുപ്പമല്ല. നല്ല ചെലവാ. അഥവാ മാറ്റുകയാണെങ്കിൽ ഏതു കളർ വേണം? അത്
പച്ച മതിയോ അതോ നീലയോ? ഒറ്റ കളറായാൽ ബോറാ. ഒന്നിനെ പോലെ ഇഷ്ടത്തിന് നിറം മാറ്റാൻ പറ്റുമോ? ഹിഹി. കളർ ചേഞ്ച് മരുന്ന് കഴിച്ചാൽ മതി. നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കും. വലത്തെ കാൽ കൊണ്ട് ചവിട്ടുന്ന സ്ഥലത്തിന്റെ കളറാ കിട്ടുക. അത് കൊള്ളാം. കാൽ എവിടെയും തൊടുന്നില്ലെങ്കിൽ ഒറിജിനൽ കളറും. ദോ കഴിച്ചോ. ഒരു ദിവസത്തേക്ക് 1 ഔൺസ് മതി. ഹിഹി. ഞാൻ നീല കളറായി. തറയിൽ ചവിട്ടി നിൽപ്പല്ലേ, ആ കളറാ. ഹിഹി. കസേരയിൽ ചവിട്ടിയപ്പോ കളർ പിന്നെയും മാറി. എന്റെ ഫീസ് 500 രൂപ, മരുന്നിന് 850. അയ്യോ, അത് കുറെ കൂടുതലാ. ഈ നായ്ക്കിട്ടൊരു ചവിട്ട് കൊടുക്കാം. ഹിഹി. ഹിഹി. ചവിട്ടിയപ്പോ നായയുടെ കളർ. വേഗം പോയി പിന്നെ അപ്പൂപ്പന് കാണിച്ചു കൊടുക്കാം. ലുട്ടാപ്പിക്ക് കളർ ചേഞ്ച് മരുന്ന് കിട്ടിയല്ലോ. ഹിഹി. അങ്ങനെ കാര്യങ്ങൾ ശരിക്കും കളറായി. ആ മരുന്ന് സൂത്രത്തിൽ എടുക്കാം. എന്നിട്ടൊരു തമാശയുണ്ട്. ഹിഹി. ഹഹാ, മരുന്ന് എടുത്ത കാര്യം ലുട്ടാപ്പി അറിയും മുമ്പ് തിരികെ കൊണ്ട് വെക്കാം. കുറച്ചു കഴിഞ്ഞ്. അപ്പൂപ്പ, ഒരു സർപ്രൈസ് ഉണ്ട്. വാതിൽ തുറക്ക്. ഇനി എനിക്ക് ഇഷ്ടമുള്ള കളറാ. ഇഷ്ടമുള്ള കളർ. ഹിഹി. വാതിൽ തുറക്കപ്പൂപ്പ. കളറിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇനി ആരും കളിയാക്കില്ല. പക്ഷേ എന്നെ കളിയാക്കും. അതാ ഞാൻ വാതിലടച്ചത്. വാതിൽ തുറക്കപ്പൂപ്പ. കളർ ചേഞ്ച് വരുന്നു. അത് ശരി, അപ്പൊ അത് നിന്റെ പണിയാണല്ലേ. ജോയക്ക് എന്തോ രുചി വ്യത്യാസം തോന്നിയപ്പോഴേ സംശയിച്ചതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പൂപ്പന് കളറായോ? പിന്നീട് കളർ ചേഞ്ച് മരുന്ന് കുറച്ചെടുത്ത് ഞാൻ കുട്ടൂസന്റെ ചായയിൽ ഒഴിച്ചു. ഹഹാ. 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 ഒരു ദിവസം. അതെന്തോടാ ഒരു പെട്ടി? പണപ്പെട്ടിയാണോ? തുറന്നു നോക്കാം. നീ തുറക്ക്. അല്ല, അപ്പൂപ്പന്റെ സൈസുള്ള പെട്ടിയാ. അപ്പൂപ്പൻ തുറക്ക്. അതല്ലടാ, ഇത് വല്ല കുഴപ്പം പിടിച്ച പെട്ടിയാണെങ്കിൽ. അത് ശരി. എന്ന് വെച്ചാൽ കുഴപ്പം എനിക്ക് കിട്ടിക്കോട്ടേന്ന്. അത് ചിഹി. അതോ വിക്രമൻ. ഐഡിയ. വിക്രമനെ കൊണ്ട് തുറപ്പിക്കാം. വിക്രമോ, പണപ്പെട്ടിയാണെന്ന് തോന്നുന്നു. തുറന്നാലോ? ഹയ്യടാ, എപ്പോ തുറന്നെന്ന് ചോദിച്ചാ മതി. ഹിഹി. ഇതിന്റെ അടിവശം കണ്ണാടിയാ. ഒമ്പടോ, നീയോ? അയ്യോ, പോലീസ്. നിൽക്കടോ അവിടെ. പെട്ടിയിൽ ഒളിച്ചിരുന്ന് കള്ളനെ പിടിക്കുന്ന പോലീസോ? മണം പിടിക്കാൻ പട്ടി, ഒളിച്ചിരിക്കാൻ പെട്ടി. നല്ല തമാശ. ഹിഹി. ഒരു എലി. അവൻ പെട്ടിയിലേക്ക് കയറുകയാ. അടുത്ത നിമിഷം. ദേ, ഒരു പൂച്ച വരുന്നു. പോലീസ് പോയി, ഇപ്പൊ പൂച്ചയായോ? മനസ്സിലായടാ, ഇത് ശത്രു പെട്ടിയാ. ശത്രു പെട്ടിയോ? പെട്ടിയിലെ കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്നവന്റെ ശത്രു പുറത്തു വരും. ഐഡിയ. ഇത് വെച്ച് നമുക്ക് മായാവിയെ പിടിക്കാം. അതെങ്ങനെ? മായാവി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. നീ പെട്ടിയിൽ നോക്ക്. നോക്കിയാൽ ലുട്ടാപ്പി ചാത്തന്റെ ശത്രുവല്ലേ മായാവി ചാത്തൻ. മായാവി വരും, നമ്മൾ പിടിക്കും. അത് ലുട്ടാപ്പി നോക്കിയാൽ ഞാൻ പെട്ടിയിലെത്തുമോ? ധൈര്യമായി നോക്കടാ, കുപ്പി റെഡിയാ. നോക്കി. അയ്യോ, പുട്ടാലു ആണോ ലുട്ടാപ്പിയുടെ ശത്രു? അയ്യോ, അമ്മാവൻ. പുട്ടാലു, പിടി വിടണേ. രണ്ടിനെ ഞാനിന്ന്. ഹഹാ,
അമ്മാവൻ തന്നെ ശത്രുവായാൽ എന്തു ചെയ്യും? അങ്ങേരെ കണ്ടിട്ട് ഒരു മന്ത്രവാദി ലുക്ക് ഉണ്ടല്ലോ. ഇയാൾ എന്തിനാ ഉണങ്ങിയ മരം തൊട്ടു നോക്കുന്നത്? ചേട്ടാ, ഇതെന്ത് സൂത്രം? ആഹാ, എല്ലാം ഈ സൺഗ്ലാസിന്റെ വിദ്യയാ. അയ്യടാ, സൂപ്പർ. എന്താ, ഇത് വേണോ? ഫ്രീ ആണോ? അപ്പൂപ്പ, എനിക്ക് സൺഗ്ലാസ് കിട്ടി. അത് വെച്ച് ഉണക്കമരത്തിൽ തൊട്ടപ്പോൾ ലുട്ടാപ്പി കാര്യമെല്ലാം പറഞ്ഞു. ഇത്തരം ഒരു സൺഗ്ലാസിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. ചെറുപ്പമാക്കുന്ന സൺഗ്ലാസാ. ചെറുപ്പമാക്കുന്നതോ? അതേടോ, വയസ്സായി ഉണങ്ങി നിന്ന മരം സൺഗ്ലാസ് വെച്ച് തൊട്ടപ്പോൾ ഇലയൊക്കെ വന്ന് ചെറുപ്പമായില്ലേ? അത് ശരിയാ. നീ അതും കൊണ്ട് വേഗം ഇങ്ങുവാ. ആയാവിയെ കിട്ടിയടാ. ലുട്ടാപ്പി ഡാങ്കിനിയോട് കാര്യം പറഞ്ഞു. ചെറുപ്പമാക്കുന്ന സൺഗ്ലാസോ? എങ്കിൽ എന്നെ ഒന്ന് ചെറുപ്പമാക്കടാ. അത് വേണോ? പറഞ്ഞത് അനുസരിക്കടാ, മര്യാദക്ക്. അടുത്ത നിമിഷം ചിൽ. എന്താടാ ഇത്? എന്തോ കുഴപ്പമുണ്ട്. കുറെ കഴിഞ്ഞ്, ആര് പറഞ്ഞു ഇത് ചെറുപ്പമാക്കാനുള്ളതാണെന്ന്? ഇത് ഫ്രഷ് ഇലകളും ചില്ലകളും വരുത്തുന്ന സൺഗ്ലാസാ. ചതിച്ചോ? ചട്ടകം പിടിച്ച് ഇളക്കി ഇളക്കി പണി തീർന്നു. ഏത് ചട്ടുകത്തിന്റെ പണിയാണോ? അപ്പൂപ്പന് കോമഡി. ഈ പുകയെ സഹിക്കാൻ പറ്റാത്തത്. പോട്ടടാ, ഒരു നല്ല കാര്യത്തിനല്ലേ. എന്തിനാ ഈ മരുന്ന്? അത് പറ. പറക്കും മരുന്നാടാ. ഇത് കഴിച്ചാൽ ഇഷ്ടം പോലെ പറക്കാം. 3 മണിക്കൂർ ഇളക്കിയാൽ മരുന്ന് റെഡിയാവും. 3 മണിക്കൂറോ? അമ്മോ. അതിലും കുറഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. അത്രയും നേരം പുക കൊണ്ടാൽ ഫലം മാത്രമല്ല, ഞാനും ഉണ്ടാവില്ല. ചൂടാവാതടാ. നോക്ക്, നമുക്കിപ്പോ മായാവിയെ കിട്ടി. ഇനി ആ പിള്ളേരെ കൂടി കിട്ടിയാൽ. അതിനും പറക്കും മരുന്ന് എന്തിനാ? മണ്ടച്ചോരെ, പറന്നു ചെന്നാൽ അവരെ പിടിക്കാൻ എളുപ്പമല്ലേ? എന്നാലും ഈ പുകയടിച്ച് കണ്ണീർ വരുന്നു. പിള്ളേരെ പിടിച്ചാൽ സന്തോഷം കൊണ്ട് കണ്ണീര് വരുമടാ. ഇപ്പോഴാ ഓർമ്മ വന്നത്. കടയിലൊരു പുതിയ സാധനം കണ്ടു. പുക തിന്നുന്ന സൂത്രം എന്നാ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. പുക വലിച്ചെടുക്കുന്ന യന്ത്രമായിരിക്കും. ശരിയാ, അങ്ങനെ ഒരു മാന്ത്രിക സാധനമുണ്ട്. ഞാൻ വേഗം അത് വാങ്ങിയിട്ട് വരാം. അതുവരെ അപ്പൂപ്പനിളക്ക്. വേഗം വരണം. ഹോ, അവൻ പറഞ്ഞത് ശരിയാ. വല്ലാത്ത പുക. അപ്പൂപ്പ, കിട്ടി. കുപ്പി തുറന്നാൽ പുക തിന്നുമെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് പുകയുള്ള സ്ഥലത്ത് കുപ്പി തുറന്നു വെച്ചാൽ പുക അകത്തേക്ക് കയറുമായിരിക്കും അല്ലേ? എന്നാ പിന്നെ തുറക്ക്. പുക പുറത്തേക്കാണല്ലോ വരുന്നത്. തിന്നും ഞാൻ. അയ്യോ, ഇതെന്താടോ? ചതിച്ചോ? പുക തിന്നുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പുക നമ്മളെ തിന്നുമെന്നാ. അമ്മോ. ചിൽ. ഒരു ദിവസം അതാരാ? അയ്യോ, കൂട്ടാലോ അമ്മാവൻ. അമ്മാവൻ എങ്ങനെ ഇത്ര വലുതായി? കുന്തത്തിന് കേടാവാൻ പറ്റിയ സമയം. ഓടാം, വേറെ വഴിയില്ല. കണ്ട കാര്യം ലുട്ടാപ്പി കുട്ടൂസനോട് പറഞ്ഞു. അപ്പോൾ പുട്ടാലോ അത് വാങ്ങിയിട്ടുണ്ട്. മെറ്റാ മോതിരം. ഏത് മറ്റേ മോതിരം? മറ്റേ അല്ലടോ,
മെറ്റ, നീ പത്രമൊന്നും വായിക്കാത്തതിന്റെ കുഴപ്പമാ. നീ കണ്ടത് പുട്ടാലുവിന്റെ വെർച്വൽ ഇമേജാ. സത്യത്തിൽ പുട്ടാലുവിന്റെ വലുപ്പം കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ കാണുന്നവർക്ക് വലുതായി തോന്നും. മെറ്റാവേഴ്സ് എന്ന വിദ്യയുടെ പേര്. ചുരുക്കി പറഞ്ഞാൽ മെറ്റ. ആ വിദ്യ മാന്ത്രിക സാധനങ്ങളിലും എത്തിയിട്ടുണ്ട്. മെറ്റാ മോതിരമിട്ട് ഒരു മുയൽ വന്നാലും അതിന് ഒരു ആനയുടെ വലുപ്പം തോന്നിക്കും. പക്ഷേ അത് വെറും തോന്നല, ശക്തിയൊന്നും കൂടില്ല. അതായത് നമ്മളൊരു തട്ടു തട്ടിയാൽ മുയല് പറക്കും. അമ്മാവന് മെറ്റാമോതിരം കിട്ടി അല്ലേ? അത് നമ്മളും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നെത്തും. കൊറിയറുണ്ടേ. ദാ പറഞ്ഞപ്പോഴേക്കും വന്നു. വൈകാതെ. ഇട്ടു നോക്കട്ടെ. ഹിഹേ. വലുതായി, അപ്പൂപ്പൻ വലുതായി. ഇല്ലടാ, എല്ലാം തോന്നല. ഹിഹേ. വാ, നമുക്ക് നാട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാം. മെറ്റാപ്പൂപ്പൻ കലക്കി. വൈകാതെ. പിടിയടാ അവനെ. അമ്മേ, അപ്പൂപ്പൻ ഭൂതം. മായാവി ഇത് കാണുന്നുണ്ടായിരുന്നു. കൊട്ടോസൻ നാട്ടിലെ സമാധാനം കളയുമല്ലോ. ഒരു സൂത്രമുണ്ട്. അതോ ഒരു വമ്പൻ പൂച്ച. മെറ്റാ പൂച്ചയാ. തൊഴിച്ചെറിയാം. ഹിഹി. ഓടാ, പറ്റിക്കാതെ. മായാവി പൂച്ചയെ വലുതാക്കിയതാണ് എന്ന് കുട്ടൂസൻ അറിഞ്ഞില്ല. അയ്യോ, ഇത് ഒറിജിനൽ പൂച്ചയാടാ. ആരോ വലുതാക്കിയതാ. അപ്പൂപ്പൻ ചെറുതായല്ലോ. മോതിരം ഊരിപ്പോയി. ടിങ്കിൾ ടിങ്കിൾ ലുട്ടാപ്പി, ഔഐ വണ്ടർ ലുട്ടാപ്പി. ലുട്ടാലമ്മാവൻ കാക്കയായോ? ഭാഗ്യം എന്നെ കണ്ടില്ല, അല്ലെങ്കിൽ കൊത്തിയേനെ. അമ്മാവാ, അപ്പൂപ്പൻ കാക്ക. അല്ല, അപ്പൂപ്പ, അമ്മാവൻ കാക്കയായി. കാക്കയോ? അതെന്നെ, ലുട്ടാലമ്മാവൻ കാക്കയുടെ ഷേപ്പിൽ പറന്നു പോകുന്നു. കാക്കയുടെ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ തലയൊഴികെ ബാക്കിയെല്ലാം കാക്ക. അങ്ങനെ വരണമെങ്കിൽ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് 1, 2 സാധ്യതകളാ ഉള്ളത്. പൊട്ടാലും മന്ത്രം ചൊല്ലി, പക്ഷേ മന്ത്രം പകുതി വെച്ച് നിർത്തി കാണും. അതുകൊണ്ട് തല പൊട്ടാലും തലയായി നിന്നത്. അതല്ലെങ്കിൽ പൊട്ടാലും പാതിമോതിരം ധരിച്ചു കാണും. അതെ, ആ മൂന്നിനും പിടിച്ച് എന്തു ജീവിയെ തൊട്ടാൽ പകുതി ആ ജീവിയാവും. പുട്ടാലും മോതിരം കയ്യിൽ വെച്ച് കാക്കയെ തൊട്ടു കാണും. കാക്കയുടെ കയ്യിൽ മോതിരമുണ്ടോ? അത് ഞാൻ നോക്കിയില്ല. പോയി നോക്കിയിട്ടു ആ മോതിരമില്ലെങ്കിൽ കോളടിച്ചു. അതെന്താ? മോതിരമില്ലെങ്കിൽ കാക്ക മന്ത്രമാ ചൊല്ലിയത് എന്നർത്ഥം. കാക്ക മന്ത്രം പാതി ചൊല്ലി നിർത്തിയാൽ 6 മാസത്തേക്ക് പഴയ രൂപം കിട്ടില്ല. അയ്യടാ, അത്രയും കാലം അമ്മാവൻ കാക്കയാകും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുറെ കഴിഞ്ഞ്. കാക്കയമ്മാവനെ കണ്ടു, മോതിരം കണ്ടില്ല. വെരി ഗുഡ്. അതായത് മുട്ടാലു കാക്ക മന്ത്രമാ ചൊല്ലിയത്, അതും പകുതി. ഇനി 6 ദിവസം കഴിഞ്ഞ് അമ്മാവൻ റിയൽ അമ്മാവനാകൂ അല്ലേ? അയ്യടാ, ഈ തക്കത്തിന് അമ്മാവന്റെ മുഖയൊന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിക്കണം, മുട്ടാലു കാക്ക വന്നാൽ. കാക്കയല്ലേ, കല്ലെറിഞ്ഞ് ഓടിക്കാം. ഹിഹി.
സംഭവിച്ചത് മറ്റൊന്നാ. അത് ഇവർക്ക് മനസ്സിലായില്ല. ഹഹാ. വൈകാതെ ഇന്ന് ഞാനൊരു കാലക്കും കാലക്കും. ലല്ലല്ലാ, ലല്ലാ, ലുട്ടാപ്പി. ഏ, അമ്മാവൻ. പോട്ടെ. അമ്മോ. ശ്ശെടാ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആഹാ, മനസ്സിലായില്ലേ ലുട്ടാപ്പി? പുട്ടാലു പകുതി കാക്കയായതല്ല, ഒരു കാക്ക പകുതി പുട്ടാലു ആയതാ. പാതിമോദനം കയ്യിൽ വെച്ച് കാക്ക പുട്ടാലുവിനെ തൊട്ടു. ഏ, ശരിയാ. കാക്ക അമ്മാവനെ തൊട്ടാലും മതിയല്ലോ. അത് ഓർത്തില്ല. ഒരു ദിവസം വിക്രമനും മുത്തവും ലൊട്ടുലൊടിക്കിന്റെ ഗുൽഗുലുമാലിന്റെയും പരീക്ഷണശാലയിൽ. ഓം, എടുക്കൂ പറഞ്ഞ സാധനം. പറഞ്ഞ സാധനമോ? വിളച്ചിലെടുക്കരുത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ. ഉള്ള നടത്താൻ പറ്റിയോ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കി വെക്കാൻ. ഇത് തന്നെ. ഏ, താക്കോലോ? ഇതാണോ കണ്ടുപിടുത്തം? ടിം. അയ്യോ. താക്കോലിട്ട് തുറക്കാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കള്ളത്താക്കോലുകളുടെ കമനീയ ശേഖരണം തന്നെ ഉണ്ട്. ഹോം. അയ്യോ, തല്ലല്ലേ. ഇത് കള്ളത്താക്കോലല്ല. സ്പെഷ്യൽ താക്കോല്. ഉരുക്കൻ താക്കോൽ എന്നാ പേരിട്ടിരിക്കുന്നത്. ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അല്ല, ഏത് കൂട്ടും ഈ താക്കോലിട്ട് തിരിച്ചാൽ ഉരുകി പോകും. ഒരുക്കുന്ന താക്കോൽ, ഉരുക്കൻ താക്കോൽ. അത് കൊള്ളാം. ഹിഹി. ഹിഹി. ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാം. അയ്യോ, ആ പൂട്ട് പൊളിക്കല്ലേ. ഹിഹി. അയ്യടോ, പൂട്ട് ഉരുകി ഒലിച്ചു. അപ്പോൾ ഇതിന്റെ വിലയായി ഞങ്ങൾ ഒരു ഇടികൂടി തരട്ടെ. ഹിഹി. അയ്യോ, വേണ്ട. ദുഷ്ടന്മാർ. വൈകാതെ ഇനി നമ്മളൊരു കലക്കും. അത് നേരെ ബാങ്കിലേക്ക് വിടാം. വിക്രമനും മുത്തുവും ബാങ്ക് കവർച്ചയ്ക്കുള്ള പരിപാടിയാ. സെക്യൂരിറ്റി പിടിച്ചു വീഴ്ത്താം. അയ്യോ. ഹിഹി. ഷട്ടറിന്റെ താഴെ ഉരുകി. വൈകാതെ മുത്തു, പണവും ഗോൾഡും സൂക്ഷിച്ചിരിക്കുന്നത് ഈ മുറിയിലോ. ഒരുക്കി തുറക്ക്. എന്തും ഒരുക്കുന്ന താക്കോൽ, അതാണ് വിദ്യ. ഒരു സൂത്രം ഒപ്പിക്കാം. ടോർച്ചടിക്കാം. കീഹോൾ കാണണ്ടേ? വിക്രമൻ താക്കോൽ കടത്താൻ തുടങ്ങിയതും കീഹോൾ വലുതായി. അമ്മേ, പിന്നെയും ചെറുതായി. ചതിച്ചോ, കൈ കുടുങ്ങി. രാവിലെ പോലീസ് വരുന്നത് വരെ അങ്ങനെ നിൽക്കട്ടെ. വിക്രമന്റെ കാര്യം പോക്കാം. സ്ഥലം വിടാം. താൻ പോവുകയാണോ? അയ്യോ. അവന് കാണാനില്ലല്ലോ. ഹൗ, വല്ലാത്ത കൊതുക്. തീരെ കത്തിക്കാം. സാധനം കിട്ടി. വെരി ഗുഡ്. നോക്കട്ടെ. പാമ്പ് വടി. ഹിഹി. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ പരിപാടി? ഡോങ്കി ആ പിള്ളേരെ പിടിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്തു പറഞ്ഞു ഇപ്പോ വരും. പിള്ളേര് റെഡി. എത്തിയല്ലോ. വാടാ, പാമ്പ് വടിയോ എടുത്തോ. രണ്ടിനെയും കെട്ടിയിട്ടുണ്ട്. പായും മൂടിക്കെട്ടി. അത് നന്നായി. മായാവിയെ വിളിക്കില്ലല്ലോ. എന്നാൽ മായാവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്തോ വടി കിട്ടിയെന്നോ ഫോണിൽ പറഞ്ഞല്ലോ. അതെ, ദാ ഇത് തന്നെ പാമ്പ് വടി. പാമ്പിനെ തല്ലാനുള്ള വടിയല്ലേ? ശോ, ഈ അമ്മൂമ്മയുടെ മണ്ണത്തരത്തിന് ഒരു മാറ്റവുമില്ലല്ലോ. നീ പോടാ, നീർക്കോലി. പാമ്പിനെ തല്ലാനും ഒന്നും അല്ലടാങ്കിനെ. വടി കൊണ്ട് നിലത്ത് എന്തിൻ്റെയെങ്കിലും പേരെഴുതണം. എന്നിട്ട് അത് വായിച്ചാൽ ആ സാധനം
പെരും പാമ്പാകും. അമ്മേ മനസ്സിലായി. രാജു രാധ എന്ന് എഴുതി ആ പിള്ളേരെ പാമ്പാക്കാം അല്ലേ? അതിനേക്കാൾ കോമഡി പിള്ളേരെ പാമ്പിനെ കൊണ്ട് തീറ്റിക്കുന്നതാ. ശിശേ, അതെങ്ങനെ? നമ്മൾ വടി കൊണ്ട് മാങ്ങ എന്നെഴുതും. മാങ്ങ പാമ്പാവും. ശിശേ, അയ്യടാ വിളിച്ചു. വേഗം എഴുത്. ഒരു മാങ്ങ അവരുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ശിശേ. വീടിനകത്ത് ഒരു കൊതുക് തിരി. ഒരു സൂത്രമുണ്ട്. എഴുതി. ശിശേ. ഇനി വായിക്ക്. പെട്ടെന്ന് കൊതുക് തിരി പറന്നു വന്ന്, ഇതെന്താ? മൂങ്ങ എന്നായി. കുട്ടൂസൻ മൂങ്ങ എന്ന് വായിച്ചതോടെ അയ്യോ, എന്നെ മൂങ്ങ പാമ്പായേ. ബുദൂം അമ്മോ.